വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. വചനോപാസന. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നീസഗമപമഗാരി നീസഗമപ ഗമപനി നിസനീദ പമഗ ഗമനി പമഗാരി നീസ
നിസഗരി സ നിസഗമ പമഗരി സ നിസഗമ പസാ നിദ പമഗരി നിസഗരി നിസ സനി നിസഗരി നിസഗരി നിസഗമ പാപ പാപ മപ 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 മനി പാമഗാരി സഗമ പനി പമഗ സഗമ പനി സ സ സ സ നിസഗരി സ നിദ പമഗാരി നി സ സ നി നി സ നിസഗരി സ നി 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 സ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചു പറഞ്ഞയച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വചനോപാസന. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവ വചനത്തിലെ മനോഹരമായ ഒരു ഭാഗമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വചനഭാഗത്തിന് പ്രാധാന്യം ഏറെയാണ്. ആരായിരുന്നു മറിയം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ വചനഭാഗത്തിൻ്റെ പ്രസക്തി നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. സാധാരണക്കാരി ഒരു പെൺകുട്ടിയായിരുന്നു മറിയം.
അവളുടെ വചനങ്ങളാണ് ദൈവ വചനഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അവൾ പറഞ്ഞ സ്തോത്രഗീതമാണ് ദൈവവചനമായി മാറിയത്. ഒരു സാധാരണക്കാരി പെൺകുട്ടി. അവളെപ്പറ്റി ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെയാണ് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫിൻ്റെ അടുത്തേക്ക് ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ അവനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ആദ്യമായി മറിയത്തിൻ്റെ പേര് അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ ജനിച്ച് വളർന്നവൾ, സാധാരണക്കാരി ഒരു പെൺകുട്ടി. പക്ഷേ അവൾ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ വിശിഷ്ടമായ വാക്കുകളായി മാറുകയാണ്. ദൈവ വചനമായി തന്നെ ഇന്ന് വാഴ്ത്തപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഈ വലിയ ഭാഗ്യം കിട്ടിയത്? അതിൻ്റെ കാരണം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. ദൈവം തൻ്റെ ദൂതനെ അവളുടെ അടുത്തേക്ക് അയച്ച് ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ അവൾ അനുവാദം പറഞ്ഞ ആ നിമിഷത്തിലാണ് അവളുടെ ജീവിതം മാറിമറിഞ്ഞത്. ആ ഫിയാത്താണ്, അവൾ പറഞ്ഞ ആമേനാണ് അവളുടെ ജീവിതത്തെ വിലയേറിയ ജീവിതമാക്കി മാറ്റിയത്. ആ നിമിഷം മുതൽ അവളുടെ വാക്കുകളൊക്കെ വിലയുള്ള വാക്കുകളായി മാറി. സാധാരണക്കാരി പെൺകുട്ടി മറിയം എന്ന പെൺകുട്ടി, അവളുടെ ജീവിതം ധന്യമാവുകയാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ അവൾ ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു മറിയത്തിൻ്റെ ജീവിതം. അവൾക്കതിനെ സാധിക്കുമായിരുന്നുള്ളൂ. ജീവിതത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? മറിയത്തിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. അവൾ അവളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഇങ്ങനെയൊരു കഥയുണ്ടല്ലോ. ഒരു ഭക്തൻ മരിച്ച് സ്വർഗത്തിലെത്തുന്നു. ദൈവം അവനെ സ്വർഗത്തിൽ സ്വീകരിക്കുന്നു. എന്നിട്ട് ദൈവം അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ്റെ കഴിഞ്ഞകാല ജീവിത വഴികളെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കടൽപ്പുറത്തുകൂടി നടന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു അവന്. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ ഇത് കണ്ടോ? നിൻ്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 2 പേരുടെ കാൽപാദങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അവന് വലിയ സന്തോഷമായി. ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അതങ്ങനെ പരിശോധിച്ചു പോകുമ്പോൾ അവൻ തിരിച്ചറിയുന്നുണ്ട്, ചില സമയങ്ങളിൽ ഒരാളുടെ മാത്രമേ കാൽപാദങ്ങളുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും 2 പേരുടെ ഉണ്ട്. അങ്ങനെ ചില സമയത്തൊക്കെ ഒരാളുടെ മാത്രം കാൽപാദങ്ങൾ. അപ്പോൾ സങ്കടത്തോടെ ആ ഭക്തൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ ചില സമയത്തെങ്കിലും മറന്നുപോയല്ലോ, എന്നെ ഉപേക്ഷിച്ചല്ലോ, ചില സമയത്തൊക്കെ ഞാൻ മാത്രമായി പോയല്ലോ. അപ്പോൾ ദൈവം അവനെ വീണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, മകനെ, നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. അവിടെ കാണുന്ന കാൽപാദങ്ങളുണ്ടല്ലോ, ആ കാൽപാദങ്ങൾ കുറെ കൂടി വലുതല്ലേ? അത് കുറെ കൂടി ആഴത്തിൽ പതിഞ്ഞിട്ടില്ലേ? അതെൻ്റേതാണ്, നിൻ്റേതല്ല. നീ വീണുപോയ സമയങ്ങളിൽ, നീ തളർന്നുപോയ സമയങ്ങളിൽ, നീ സങ്കടപ്പെട്ട സമയങ്ങളിലൊക്കെ നിന്നെ ഞാൻ തോളിലേറ്റി, നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ താങ്ങി. അതുകൊണ്ടാണ് അതത്രമാത്രം താഴ്ന്നുപോയത്. അതെൻ്റെ കാൽപ്പാടുകളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മറിയം തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ. ഒരു ദൈവദൂതനെ അവളുടെ അടുത്തേക്ക് അയക്കുക, നന്ദി പറയാതിരിക്കാൻ എങ്ങനെ അവൾക്ക് കഴിയും? എന്നിട്ട് ആ ദൈവദൂതൻ വന്ന് അവളുടെ പേര് എടുത്തു പറയുക. ഒരു സാധാരണക്കാരി പെൺകുട്ടിയാണ്, എന്നിട്ടും അവളുടെ പേരെടുത്തു പറഞ്ഞു, മറിയമേ എന്ന് വിളിച്ചു. എന്നിട്ട് ആ ദൈവദൂതൻ അവളുടെ മുമ്പിൽ കുമ്പിടുകയാണ്, നമസ്കരിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവം അയച്ചൊരു ദൂതൻ വന്ന് ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തുക, നമസ്കരിക്കുക, അത് വലിയ ഭാഗ്യമല്ലേ? പിന്നെ ആ ദൂതൻ പറയുന്നു,
ദൈവം നിന്നോടുകൂടെ. അതിനുശേഷമാണ് രക്ഷകൻ നിന്നിലൂടെ അവതരിക്കുമെന്ന് പറയുന്നത്. ഇതിൽ വലിയ ഭാഗ്യം എന്താണ് അവൾക്ക് കിട്ടാനുള്ളത്? അപ്പോൾ അവളുടെ ജീവിതം മുഴുവൻ സ്തുതിയാക്കി മാറ്റുകയാണവൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ദൈവാനുഭവങ്ങളെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് നന്ദി പറയാൻ മാത്രമേ പറ്റൂ. പലപ്പോഴും നമുക്ക് ആവലാതികളല്ലേ, പരാതികളല്ലേ, നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോകുന്നത് കൊണ്ടല്ലേ. മറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനായാൽ ദൈവത്തെ നമുക്ക് എപ്പോഴും സ്തുതിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അവൾ പറയുകയാണ്, അവൻ്റെ നാമം പരിശുദ്ധമാണ്. പലപ്പോഴും നമ്മളൊക്കെ ഒരു സെൽഫ് ഗ്ലോറി ആഗ്രഹിക്കുന്നവരാണ്, നമ്മുടെ തന്നെ മഹത്വം ആഗ്രഹിക്കുന്നവരാണ്, നമ്മളത് തേടുന്നവരാണ്. പക്ഷേ മറിയം പറയുകയാണ്, ശക്തനായവനാണ് എനിക്ക് വലിയ കാര്യം ചെയ്തത്. അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്, സമുന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവളാണ്. അവൾക്കൊരുപക്ഷെ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഉണ്ടാകാമായിരുന്നു, ഞാൻ വലിയവളാണ് എന്നുള്ള ഭാവമുണ്ടാകാമായിരുന്നു. പക്ഷെ അവൾ ചിന്തിക്കുകയാണ്, ശക്തനായവനാണ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തത്, അവൻ്റെ നാമം പരിശുദ്ധമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്. ഈ സ്തോത്രഗീതത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സംരക്ഷിച്ചു എന്ന്. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചു, അതുകൊണ്ടാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ഇസ്രായേലിനെ കാക്കുകയും ദൈവം ചെയ്യുന്നത്. മറിയത്തിന് ആ അനുഭവമാണ്. അവൻ്റെ കാരുണ്യം അവൻ അനുസ്മരിച്ചതുകൊണ്ടാണ് തനിക്ക് ഈ വലിയ കൃപ കിട്ടിയത് എന്ന് മറിയത്തിന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം ഒരിക്കലും അവിടുന്ന് മറക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അവിടുത്തെ കാരുണ്യം മറക്കാത്തത് കൊണ്ടാണ് നമുക്കിത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയം എന്നും അതാണ് ഓർത്തുകൊണ്ടിരുന്നത്. ദൈവം ഒരിക്കലും തൻ്റെ കാരുണ്യം മറക്കുകയില്ല. ആ കാരുണ്യം അനുസ്മരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മെയും അവിടുന്ന് ഓർക്കുന്നു, നമ്മെയും അവിടുന്ന് കരുതുന്നു. മറിയം തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സ്തോത്രഗീതം ആലപിച്ചത്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി മാറി. നമ്മുടെ ജീവിതത്തിലും സ്തോത്രഗീതം നമ്മൾ ആലപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ദൈവം നൽകിയ വലിയ കാര്യങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ അറിയാതെ മറിയത്തെപ്പോലെ നമ്മളും സ്തോത്രഗീതം ആലപിക്കും. അങ്ങനെ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാകട്ടെ നമ്മുടേതും. അതിന് പരിശുദ്ധ കന്യാമറിയം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ സ്വർഗാരോപണ തിരുനാളിൽ, ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. വചനോപാസന
അമലാംബികേ നമോ. അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ കമലാമനോഹരി പരിപാലയാസു മാം. കമലാമനോഹരി പരിപാലയാസു മാം. അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ. സുമജാല നായകി സുമജാല നായകി പദഭക്ത പാലികേ. സുമജാല നായകി പദഭക്ത പാലികേ. സുമജാല നായകി പദഭക്ത പാലികേ. സുമജാല നായകി പദഭക്ത പാലികേ. കരുണാർദ്രലോചനി ആമോദദായിനി. കരുണാർദ്രലോചനി ആമോദദായിനി. അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ കന്യകേ. കന്യകേ. ചിതവസ്ത്രധാരിണി പരിശുദ്ധരൂപിണി. ചിതവസ്ത്രധാരിണി പരിശുദ്ധരൂപിണി. അദഭാഗ്യവാഹിനി മമ മോദകാരിണി. ചിതവസ്ത്രധാരിണി പരിശുദ്ധരൂപിണി. അദഭാഗ്യവാഹിനി മമ മോദകാരിണി. സുരലോക നായകി സുരലോക നായകി വരദാനവാരിധേ. സുരലോക നായകി വരദാനവാരിധേ. സുരലോക നായകി വരദാനവാരിധേ. സുരലോക നായകി വരദാനവാരിധേ. അനുതാപദായിനി വരമാരി തൂകുനി. അനുതാപദായിനി വരമാരി തൂകുനി. അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ അമലാംബികേ നമോ. അഭിവന്ദ്യ കന്യകേ കമലാമനോഹരി പരിപാലയാസു മാം. കമലാമനോഹരി പരിപാലയാസു മാം. കമലാമനോഹരി പരിപാലയാ
ദർശനോപാസന. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അമ്മയുടെ മാധ്യസ്ഥ്യം വഴി അനുഗ്രഹിക്കട്ടെ.